വാച്ചാത്തിയിലെ ആദിവാസി വനിതകളുടെ ഉജ്ജ്വലമായ പോരാട്ട വിജയത്തിനു ശേഷം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. വാച്ചാത്തി പോലെ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും എണ്ണമെടുത്ത് CPMൻ്റെ വലിപ്പമളക്കാൻ വരുന്നവർക്കുള്ള മറുപടിയാണ് പുതിയ വാർത്തയും. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ശേഷവും ദളിതർക്കെതിരെയുള്ള വിവേചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഇന്ത്യയിൽ ചരിത്രം കുറിക്കുന്ന മുന്നേറ്റമാണ് ഈ വാർത്തക്കാധാരം. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കമ്പള നായ്ക്കർ തെരുവിലൂടെ ദളിതർക്ക് ചെരിപ്പിട്ട് നടക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. പട്ടികജാതി വിഭാഗക്കാർ തെരുവിൽ ചെരിപ്പിട്ട് നടന്നാൽ പ്രാദേശിക ദേവത കോപിക്കുമെന്ന് പറഞ്ഞായിരുന്നു വർഷങ്ങളായി ദളിതരെ വിലക്കിയിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാകട്ടെ തൊട്ടുകൂടായ്മ നിരോധിച്ചപ്പോൾ സവർണ ജാതിക്കാർ ഈ ആചാരം നിലനിർത്താൻ വേണ്ടി ഒരു കെട്ടുകഥയുണ്ടാക്കി. പട്ടികജാതിക്കാർ ചെരിപ്പിട്ട് തെരുവിലൂടെ നടന്നാൽ 3 മാസത്തിനകം അവർ മരിച്ചു പോകുമെന്നായിരുന്നു ആ കഥ. ചിലർ ആ കഥ വിശ്വസിക്കുകയും ചെരിപ്പിടാതെ നടക്കുന്നത് തുടരുകയുമായിരുന്നു. സവർണരുടെ ചായക്കടകളിൽ സവർണർക്ക് ചില്ലു ഗ്ലാസ്സിലും ദളിതർക്ക് പേപ്പർ ഗ്ലാസ്സിലുമാണ് ചായ നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അതേ തെരുവിലൂടെ 60 ദളിതർ ചെരിപ്പിട്ട് നടന്നു. CPM നേതൃത്വം നൽകുന്ന തമിഴ്നാട് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടാണ് ഈ ഐതിഹാസിക മുന്നേറ്റം സാധ്യമാക്കിയത്. പട്ടികജാതിക്കാർക്ക് തെരുവിൽ സൈക്കിൾ ചവിട്ടാൻ പോലും അനുവാദമില്ലാത്ത ഇടമായിരുന്നു ഇത്. പ്രശ്നം ദളിത് സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. എന്നാൽ തമിഴ്നാട് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിൻ്റെ അംഗങ്ങളും CPM, VCK, ATP പ്രവർത്തകരും ചേർന്ന് തെരുവിലൂടെ നടക്കാനും ഗ്രാമത്തിലെ രാജകാളിയമ്മൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും തീരുമാനിച്ചു. ഇന്ന് ചെങ്കൊടിത്തണലിൽ ദളിതർ സവർണരുടെ ജാതി വിലക്കുകൾ പൊട്ടിച്ചെറിഞ്ഞ് കമ്പള നായ്ക്കർ തെരുവിലൂടെ നടക്കുമ്പോൾ പുതിയ ചരിത്രം പിറക്കുകയാണ്. ആത്മാഭിമാനത്തിൻ്റെ വീരഗാഥ രചിക്കുകയാണ്.